സമാനമായി ഇത്തരം കാര്യങ്ങൾ പൾസർ സുനി സിനിമാ മേഖലയിൽ നടത്തിയിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണങ്ങളുണ്ട്. അതിലൊരു കേസിൽ ഇത്തരത്തിൽ വളരെ ഇപ്പോൾ അജിംസ് പറഞ്ഞ ആ സംഭവം, ആ കേസിലും ഈ നടി പരാതിയുമായി മുന്നോട്ട് പോകാത്തതുകൊണ്ടാണ് പൾസർ സുനി ആ കേസിൽ രക്ഷപ്പെട്ടത്. ഒപ്പം തന്നെ കോട്ടയത്തൊരു കേസുണ്ട്. ആ കേസിൽ പൾസർ സുനി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഈ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത് തൻ്റെ പ്രതിക്ക് നേരെയുള്ള എല്ലാ കുറ്റങ്ങളിലും വെറുതെ വിട്ടതാണെന്നാണ്. ഈ അജിംസ് പറഞ്ഞ ആ കുറ്റകൃത്യമല്ലാതെ തന്നെ മറ്റ് പല കുറ്റകൃത്യങ്ങളും ഈ പൾസർ സുനിയുടെ പേരിലുണ്ട്. നിരവധി ബൈക്ക് മോഷണ കേസുകളുണ്ട്, കൊട്ടേഷൻ കേസുകളുണ്ട്. അപ്പോൾ ഈ കേസുകളിലൊക്കെ തന്നെ തൻ്റെ പ്രതിയെ വെറുതെ വിട്ടതാണെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുമ്പോൾ കോട്ടയത്തെ കേസിലൊക്കെ ശിക്ഷിക്കപ്പെട്ടതാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഒപ്പം എറണാകുളം കോടതിയിലെ കേസിൽ വെറുതെ വിട്ടതാണെന്ന് പ്രതിഭാഗം പറയുമ്പോൾ അല്ല എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പൾസർ സുനിയുടെ അഭിഭാഷകനും പ്രോസിക്യൂഷനും തമ്മിലുള്ള ഒരു വാദപ്രതിവാദമാണ് അവിടെ നടക്കുന്നത്. പൾസർ സുനിയുടെ കോട്ടയത്തെ കേസ് എന്താണ്? കോട്ടയത്തെ കേസ് എന്താണ് എന്ന് വ്യക്തമല്ല. അത് കോട്ടയത്തെ കേസിൽ ശിക്ഷിക്കപ്പെട്ടതാണ് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചത്. അത് ഏത് കേസാണ് എന്ന് കോടതിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ വന്നാൽ മാത്രമാണ് നമുക്ക് വ്യക്തമാവുക. കേസ് ഏതാണെന്ന് വ്യക്തമല്ല. കുറ്റങ്ങളിൽ വെറുതെ വിട്ടതാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോഴാണ് കോട്ടയത്തുണ്ടായിരുന്ന ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുന്നത്. ഏത് കേസാണ് എന്ന് ഒരുപക്ഷെ കോടതി രേഖകൾ അല്ലെങ്കിൽ മറ്റേ നടിയും നിർമ്മാതാവുമായ വനിതയെ തട്ടിക്കൊണ്ടുപോയ കേസായിരിക്കും അല്ലേ? ആ കേസ് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കേസിൽ വെറുതെ വിട്ടതാണെന്നാണ് പ്രതിഭാഗം പറയുന്നത്. അന്ന് വെറുതെ വിടാനുണ്ടായ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാർ മുന്നോട്ട് പോകാത്തതാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാർ മുന്നോട്ട് പോകാത്തതുകൊണ്ടാണ് പൾസർ സുനി അന്ന് രക്ഷപ്പെട്ടത്. പൾസർ സുനി സമാനമായ മറ്റു കുറ്റകൃത്യങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പൾസർ സുനി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ എറണാകുളം കോടതിയിലെ കേസിൽ വെറുതെ വിട്ടതാണെന്ന് പ്രതിഭാഗം പറയുമ്പോൾ അതല്ല എന്ന് പ്രോസിക്യൂഷൻ എതിർക്കുന്നുണ്ട്. അത് അങ്ങനെയല്ല എന്ന് പ്രോസിക്യൂഷൻ എതിർക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ അജിംസ് പറഞ്ഞ സമാനമായ മറ്റൊരു നടിയും നിർമ്മാതാവുമായ വനിതയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ ആ സംഭവം തന്നെയായിരിക്കാം ഒരുപക്ഷെ പ്രോസിക്യൂഷൻ ഇവിടെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പ്രോസിക്യൂഷനും പൾസർ സുനിയുടെ അഭിഭാഷകനും തമ്മിലുള്ളൊരു വാദപ്രതിവാദമാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രതികളുടെ അഭിഭാഷകരാണ് നിലവിൽ തങ്ങൾക്ക് പറയാനുള്ളത്. പ്രതിഭാഗത്തിൻ്റെ വാദം തുടങ്ങിയ ശേഷം രണ്ട് പ്രതികളുടെ അഭിഭാഷകരാണ് നിലവിൽ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതിൽ VP വിജീഷിൻ്റെ അഭിഭാഷകൻ തനിക്ക് പറയാനുള്ളത് ആദ്യം പറഞ്ഞു. അതിൽ പ്രോസിക്യൂഷൻ എതിർപ്പുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം അത് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമാണ് നിലവിൽ പ്രോസിക്യൂഷനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പൾസർ സുനിക്ക് മുൻപുണ്ടായിരുന്ന കേസുകൾ അല്ലെങ്കിൽ പൾസർ സുനിക്ക് മുൻപുണ്ടായിരുന്ന ക്രിമിനൽ പശ്ചാത്തലം എല്ലാം തന്നെ കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ പഴയ കേസുകളൊക്കെ തന്നെ പറയുന്നത് ക്രിമിനൽ പശ്ചാത്തലം കോടതിയെ ബോധ്യപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഈ പൾസർ സുനിക്ക് നിരവധി കേസുകളുണ്ടായിരുന്നു. പക്ഷേ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത് ആ കേസുകളിലൊക്കെ തൻ്റെ കക്ഷിയെ വെറുതെ വിട്ടതാണ് എന്നാണ് പറയുന്നത്. ആ കേസുകളൊക്കെ തൻ്റെ കക്ഷിയെ വെറുതെ വിട്ടതാണ്. ആ കേസുകളൊന്നും തന്നെ തൻ്റെ കക്ഷി പ്രതിയല്ല അല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കോട്ടയത്തെ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏത് കേസാണ് എന്ന് കോടതി പറയുന്നില്ല. അത് ഏത് കേസാണ് എന്ന് വ്യക്തമാകുന്നില്ല. പക്ഷേ കോട്ടയത്തെ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അല്ല എന്ന് സുനിയുടെ അഭിഭാഷകന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് ഈ പൾസർ സുനിയുടെ അഭിഭാഷകന്റെ ആവശ്യം. ദർ ഈസ് നോ ബ്രൂട്ടൽ റേപ്പ് എന്നാണ് A1ന്റെ അഡ്വക്കേറ്റ്, അതായത് ഈ പൾസർ സുനിയുടെ അഡ്വക്കേറ്റ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ക്രൂരമായ ഒരു ബലാത്സംഗം കോടതിയിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് പരമാവധി ശിക്ഷ കോടതി നൽകരുത്, പരമാവധി ശിക്ഷ തൻ്റെ കക്ഷിക്ക് നൽകരുത്. ക്രൂരമായ ബലാത്സംഗം നടന്നാൽ മാത്രമാണ് പരമാവധി ശിക്ഷയായി ജീവപര്യന്തം നൽകാവൂ. അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലും അത്തരമൊരു ശിക്ഷ നൽകരുത് എന്നാണ് കോടതിയിൽ പൾസർ സുനിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. ഏതായാലും കുറഞ്ഞ ശിക്ഷ നൽകണം ഒരു ആവശ്യം ചോദിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ അവസ്ഥ അങ്ങേയറ്റം മോശമാണ്. അവശയായ മാതാവുണ്ട്, സഹോദരിയുടെ കുഞ്ഞുണ്ട്. ഇവരെല്ലാവരും തന്നെ പ്രതിയുടെ ഏക വരുമാനത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. തുടക്കത്തിൽ തന്നെ ഈ പൾസർ സുനി കോടതിയിൽ ബോധിപ്പിച്ചിരുന്നത് പ്രായമായ അസുഖങ്ങളുള്ള അമ്മയുണ്ട്, അമ്മയുടെ ഏക ആശ്രയം താനാണെന്നാണ്. പക്ഷേ അത് സമാനമായ വാദം തന്നെയാണ് ഈ പൾസർ സുനിയുടെ അഭിഭാഷകനും ഉയർത്തുന്നത്. കുടുംബത്തിൻ്റെ അവസ്ഥ അങ്ങേയറ്റം മോശമാണ്, അവശയായ അസുഖബാധിതയായ മാതാവുണ്ട്, ഒപ്പം തന്നെ സഹോദരിയുടെ കുഞ്ഞുമുണ്ട്. ഇവരെല്ലാവരും തന്നെ തൻ്റെ വരുമാനത്തെ ആശ്രയിച്ച് അല്ലെങ്കിൽ പൾസർ സുനിയുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അതുകൊണ്ട് പ്രതിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നൊരു ആവശ്യമാണ് കോടതിയിൽ പൾസർ സുനിയുടെ അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ലെറ്റ് മീ സീ എന്നൊരു വാക്കാണ് കോടതി ഇതിന് മറുപടി നൽകുന്നത്. നോക്കാം എന്നൊരു മറുപടി കോടതി ഇതിന് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ദർ ഈസ് നോ ബ്രൂട്ടൽ റേപ്പ് എന്ന് ഒന്നാം പ്രതിയുടെ അഭിഭാഷകൻ പറയുന്നു, പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നു. ക്രൂര ബലാത്സംഗം നടന്നിട്ടില്ല.
ഒപ്പം കുടുംബത്തിലെ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്ന് കോടതി പറയുമ്പോൾ ലെറ്റ് മീ സീ എന്നൊരു വാക്ക് കോടതി പറയുന്നത്, അതായത് നോക്കാമെന്നൊരു വാക്കാണ് കോടതി മറുപടി പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ കുടുംബത്തിലെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലവും ഒക്കെ വിധിന്യായത്തെ സ്വാധീനിക്കുമെന്ന് കരുതാൻ വയ്യ. ഒരുപക്ഷെ എഴുതപ്പെട്ട വിധിയാണെങ്കിൽ അത് പിന്നീട് അത് വിധിന്യായത്തെ സ്വാധീനിക്കാനൊരു സാധ്യതയില്ല. ഏതായാലും ഈ പരിഗണിക്കാമെന്നൊരു മറുപടിയാണ് കോടതി നൽകിയിരിക്കുന്നത് എന്നാണ് കോടതിയിൽ നിന്ന് കിട്ടുന്ന വിവരം. കുടുംബത്തിൻ്റെ അവസ്ഥയുമെല്ലാം പറയുമ്പോൾ പരിഗണിക്കാമെന്നൊരു മറുപടിയാണ് കോടതിയിൽ ഇപ്പോൾ മറുപടിയായി നൽകിയിരിക്കുന്നത്. മറ്റ് പ്രതികളുടെയൊക്കെ തന്നെ അഭിഭാഷകർ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വാദങ്ങൾ ഇനി അവതരിപ്പിക്കാനുണ്ട്. 2 പ്രതികൾ, 6 പ്രതികളാണ് ഈ കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 2 പ്രതികളുടെ അഭിഭാഷകരാണ് ഇപ്പോൾ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, തങ്ങളുടെ പ്രതിഭാഗത്തിന്റെ വാദം കോടതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനിയും 4 പ്രതികളുടെ കൂടെ അഭിഭാഷകർ തങ്ങളുടെ വാദമുഖങ്ങൾ കോടതിയിൽ അറിയിക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ വിധി ഇന്ന് തന്നെ ഉണ്ടാകുമെന്നൊരു സൂചന നേരത്തെ തന്നെ ജഡ്ജി നൽകിയിരുന്നു. അപ്പോൾ ഈ 4 അഭിഭാഷകർ കൂടി ഇതിൽ പ്രതികരിച്ച ശേഷമായിരിക്കും, ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയ ശേഷമായിരിക്കും, അല്ലെങ്കിൽ വാദങ്ങൾ നടത്തിയ ശേഷം ഒരുപക്ഷെ ഇന്ന് തന്നെ വിധി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്ന് തന്നെ വിധി വരികയാണെങ്കിൽ കാത്തിരുന്ന പോലെ ഇന്ന് വൈകിട്ട് തന്നെ ഈ വിധിയുടെ പകർപ്പും പുറത്തു വരും. വിധിയുടെ പകർപ്പിൽ കൃത്യമായി വ്യക്തമായി ഏത് സാഹചര്യത്തിലാണ് മറ്റ് പ്രതികളെ വെറുതെ വിട്ടത്, ഗൂഢാലോചനയിൽ ദിലീപ് അടക്കമുള്ളവർ എങ്ങനെയാണ് പ്രതികളാകാതിരുന്നത്, കുറ്റവിമുക്തരായത് എങ്ങനെ നടക്കമുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമായി വരികയും ചെയ്യും. അപ്പോൾ ഏതായാലും ഈ പ്രതിഭാഗത്തിന്റെ വാദങ്ങളാണ് നിലവിൽ കോടതി മുറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരമാവധി ശിക്ഷ നൽകരുത് എന്ന് തന്നെയാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ് VP വിജീഷിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ കുടുംബത്തിലെ സാഹചര്യങ്ങളൊക്കെ പൾസർ സുനി പറയുന്നുണ്ട്. പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം കൃത്യമായി കോടതിയെ ബോധിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ കോടതി മുറിക്കുള്ളിൽ പ്രോസിക്യൂഷൻ അവസാനമായും ശ്രമിച്ചത്. പൾസർ സുനിയുടെ മുൻകാല കേസുകളും മറ്റുമൊക്കെ കോടതിയിൽ പറയുന്നുണ്ട്. അതിനെ ഈ പൾസർ സുനിയുടെ അഭിഭാഷകൻ എതിർക്കുന്നുണ്ട്. ഏതായാലും 2 പ്രതികളുടെ വാദമുഖങ്ങൾ കഴിഞ്ഞു. ഇനി മറ്റു പ്രതികൾ കൂടി പറയാനുള്ള അവസരമാണെന്നാണ് മനസ്സിലാകുന്നത്. ഈ പൾസർ സുനിയുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ പറയുമ്പോൾ ലെറ്റ് മി സീ, പരിഗണിക്കാം അല്ലെങ്കിൽ നോക്കാമെന്നൊരു മറുപടിയാണ് കോടതി പൾസർ സുനിയുടെ അഭിഭാഷകനോട് പറഞ്ഞിരിക്കുന്നത്. അതിന് വിധിയെ അറിയില്ല, അത് ഏത് സാഹചര്യത്തിലാണ് ഈ പൾസർ സുനി അടക്കമുള്ള ആളുകളുടെ കുടുംബത്തിലെ സാഹചര്യം, അതൊരു വിധിയെ പരിഗണിക്കാമെന്ന് കോടതി പറയുമ്പോൾ അത് വിധിയെ ബാധിക്കുമെന്ന് അറിയില്ല. അത് കോടതിയുടെ വിവേചന അധികാരത്തിലുള്ളതാണ്. ഏതായാലും അങ്ങനെ ഈ വാദപ്രതിവാദങ്ങൾ, ഈ ശിക്ഷയിന്മേലുള്ള വാദം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അജിൻസ്.